സിനിമ വരുന്നുണ്ട് ഉടനെ. നമ്മുടെ ബാദുക്ക പ്രൊഡക്ഷനിൽ അതൊക്കെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന. അതിനകത്ത് നല്ലൊരു നായകൻ്റെ റോൾ തന്നെ 3 നായകന്മാരുണ്ട്. അടുത്ത മെയിൻ നായകനായിട്ട് ചെയ്യുന്നുണ്ട്. 3 നായകന്മാരിൽ ഒരാളായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പിന്നീട് ഒരിക്കലും VK സാർ പറയുന്നുണ്ടോ വേറെ കാര്യം, അത് സർപ്രൈസാണ്, പിന്നീട് പറയുന്നതായിരിക്കും. ഉണ്ട്, ഉടനെ ഉണ്ട്. സാധാരണ ബിഗ് ബോസ് വിന്നറൊക്കെ ആയി പുറത്തു വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഫംഗ്ഷനിലും പബ്ലിക് ഇവൻസിലും അടുപ്പിച്ചടുപ്പിച്ച് കാണാറുണ്ട്. പക്ഷേ ജിൻഡോനെ അങ്ങനെ അധികം കാണുന്നില്ലല്ലോ. നമ്മളിങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് വിളിച്ചാലും നമ്മളങ്ങനെ അറ്റൻഡ് ചെയ്യാറില്ല. കാരണം വെച്ചാൽ എനിക്ക് വേറെ ട്രെയിനിങ് ഉണ്ട്. ഞാനൊരു ട്രെയിനറാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ആർട്ടിസ്റ്റുകളെ ട്രെയിൻ ചെയ്യിക്കാനാണ്. പിന്നെ എനിക്ക് UK, അമേരിക്ക, കാനഡ അങ്ങനെയുള്ള ഒരുപാട് സ്ഥലത്ത് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ എനിക്കത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടവരുണ്ട്. അതെൻ്റെ പ്രൊഫഷണലാണ്. അപ്പോൾ എനിക്കത് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എല്ലായിടത്തും പോകാൻ പറ്റില്ല. അതിൻ്റെ പ്രശ്നമാണ്. ഉണ്ടാവും തീർച്ചയായിട്ടും. വലിയ താമസം ഉണ്ടാവില്ല, 2-3 മാസത്തിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ ദിവസം ഇതുപോലെ നമ്മുടെ തൊപ്പിയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ജിൻഡേട്ടൻ അങ്ങനെ ലൈവിലൊക്കെ പങ്കെടുത്തല്ലോ. അത് 8 ലക്ഷം രൂപ മേടിച്ചിട്ടൊക്കെയാണെന്നാണ് തൊപ്പി പറയുന്നത്. അതിലെന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ? അത് ചോദിച്ചാൽ ഒരു 5 ആണെന്ന് പറഞ്ഞു. 5 lakhs. അപ്പോൾ തൊപ്പിയായിട്ട് ഇപ്പോൾ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ അങ്ങനെയൊന്നുമില്ല. വേറെ ഇതിന് ആദ്യമായിട്ട് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ആവശ്യമില്ല. നമ്മളെ ഹെൽപ്പ് ചെയ്തു, നമ്മൾ വിളിച്ചു. ഈ കറക്റ്റ് എമൗണ്ട് പറയാതെ തൊപ്പി ഇത്രയും ഈ ഒരു 3 ലക്ഷം രൂപയുടെ കൂട്ടി പറഞ്ഞതിനകത്ത് അത് ചോദിച്ചില്ലായിരുന്നു തൊപ്പിയോട്? ഇല്ല, വേറെ ആൾക്ക് വേറെ ചിലവുണ്ടാവും. എനിക്കറിയാം അതിനെ കുറിച്ചിട്ട്. തൊപ്പി ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ടാണ്. അതിൽ നിന്ന് ആ ഒരു ലൈവ് സ്ട്രീം വന്നപ്പം തന്നെ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു. സൈബർ ബുള്ളിങ് ആയിട്ടും ഭയങ്കരമായിട്ട് ജിൻഡോക്കേരെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ എങ്ങനെയായിരുന്നു ഫേസ് ചെയ്തത്? നമ്മൾ ഇപ്പോൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവൊക്കെ ഉണ്ടാവും. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. ഞാൻ ബിഗ് ബോസിൽ നിന്നപ്പോൾ നെഗറ്റീവിൻ്റെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നില്ലേ. നമ്മളത് മൈൻഡ് ചെയ്യാറില്ല. ഞാൻ മൈൻഡ് ചെയ്യാറില്ല. നമ്മൾ നെഗറ്റീവ് ആയിട്ട് നമ്മൾ ഗേറ്റേഴ്സിനൊക്കെ നമ്മൾ ലവ് ചെയ്യും. മറ്റു കണ്ടസ്റ്റൻ്റായിട്ടൊരു അകൽച്ചയുണ്ടോ ജിൻഡോന്? അടുപ്പില്ല. എല്ലാവരോടും കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. എല്ലാവരോടും കോൺടാക്ട് ഉണ്ട്. എല്ലാവരോടും കോൺടാക്ട് ഉണ്ട്. ബാക്കിയുള്ള കണ്ടസ്റ്റന്റ് ഒക്കെ ഒരുമിച്ച് എല്ലായിടത്തും നമ്മൾ കാണുന്നുണ്ട്, പല സ്ഥലത്തും. ഇനോഗ്രേഷൻ ആണിക്കോട്ടെ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഫംഗ്ഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എന്ത് ഫംഗ്ഷൻ കണ്ടത് എല്ലാവരും ഒരുമിച്ച്? അതായത് ബിഗ് ബോസ് കഴിഞ്ഞോണ്ട് ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു, അവിടെ കണ്ടില്ല. അന്ന് നമ്മുടെ DNA മൂവിയുടെ പ്രൊമോഷൻ ഞാൻ ഏറ്റുണ്ടായിരുന്നു. നേരത്തെ ഏറ്റതാണ്. അപ്പോൾ അതിന് പോകാതിരിക്കാൻ പറ്റില്ല. ആ ദിവസം തന്നെയായിരുന്നു. അതുകൊണ്ട് നമ്മൾ പോകും. അച്ഛനായിട്ട് വെച്ചാൽ നല്ല കോൺടാക്റ്റിലിരിക്കുന്ന ആളാണ് ഞാൻ. നമ്മളെ ബിഗ് ബോസിലായാലും നമ്മൾ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പെർഫോം ചെയ്ത ആളാണ്. ആളോട് ഞാൻ വിളിച്ച് പറഞ്ഞായിരുന്നു, എനിക്ക് ഇങ്ങനെ പ്രോഗ്രാം ഉണ്ട്, അതുകൊണ്ട് ഞാൻ വരാത്തത്. അത് ഞങ്ങൾ വേറെ പ്രശ്നമൊന്നുമില്ല. എല്ലാവരും ഞാൻ ഗെയിം എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ഗേറ്റ് ഇറങ്ങിയപ്പോൾ ഞാൻ നിർത്തി. പിന്നെ അവരെല്ലാവരും നമ്മുടെ ഫ്രണ്ട്സാണ്. ജിൻഡോയ്ക്ക് ഇപ്പോഴും ഒരു സൈബർ ബുള്ളിങ് വരുന്നുണ്ട്, ഈ മണ്ടൻ എന്നുള്ള ടാഗ് ബേസ് ചെയ്തുകൊണ്ട്. അപ്പം അതിനെയൊക്കെ എങ്ങനെയായിരുന്നു? ഈ സോഷ്യൽ മീഡിയക്കകത്ത് തന്നെ ഭയങ്കര ആക്റ്റീവായിട്ടാണ് അത് വന്നുകൊണ്ടിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മണ്ടെന്നുള്ള ടാഗ് നമ്മളവിടെ നിന്ന് വാങ്ങിച്ചതാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ മണ്ടനെന്നുള്ളത്? ഒരു ബിഗ് ബോസ് വിന്നർ എനിക്ക് അടിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് ഞാൻ മണ്ടനെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവർ വിചാരിക്കേണ്ട ഞാൻ മണ്ടനാണ്. അത് അവർ തന്നൊരു സാധനമാണ്. എന്താ, അവർ ഗെയിം കളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അവിടെ എല്ലാവരും ചീത്ത വിളിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് അവർ മീൻസ് നമുക്ക് ഗെയിം കളിക്കാറില്ല, നമ്മൾ മണ്ടനാണ്. പക്ഷെ നമ്മൾ ഒരു വർഷം ഇതിനുവേണ്ടി ഡെഡിക്കേഷൻ ചെയ്തിട്ടാണ് അവിടേക്ക് പോയത്. തമിഴ്, ഹിന്ദി, തെലുങ്ക്, മലയാളം ഇതുപോലെ എല്ലാ എപ്പിസോഡും അരിച്ച് കലക്കി കുടിച്ചിട്ടാണ് ഞാൻ അവിടുന്ന് പോയത്. പിന്നെ നമുക്കറിയാം എന്ത് ചെയ്താൽ. പിന്നെ കൂടുതലും നമ്മൾ ഒറ്റയ്ക്കൊന്ന് കളിച്ചവരാണ് വിൻ ചെയ്തിട്ടുള്ളത്. സിംഗിളായിട്ട് കളിച്ചവർ മിക്ക ബിഗ് ബോസിനും വിൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ 24 പേർക്കെതിരെ നമുക്ക് സിംഗിളായിട്ട് നിൽക്കാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമില്ല. നമ്മളവരെ കൂട്ടുകൂടலாம். സിംഗിൾ ആ കൂടി ദിശയുടെ മാത്രമേ കൂടുതൽ കമ്പനിയാണ്. പിന്നെ ജാൻമണി ഉണ്ടായിരുന്നു. ബാക്കി നമുക്ക് ആരും ഒരു ക്ലോസ് ഫ്രണ്ട് എന്ന് പറയാൻ ആരും ഉണ്ടായില്ല. എല്ലാം ഞാൻ ഗെയിമിൻ്റെ ഭാഗമായിട്ട് എടുക്കും. നമ്മളും അവർക്ക് ഓപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, അവർ നമുക്കും ഓപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം എൻ്റെയും ഗെയിം പ്ലാനും അവരുടെയും ഗെയിം പ്ലാനും. പിന്നെ അത് അവിടെ തീരും. കാരണം ആ ടാഗ് ലൈൻ പലരും ആണെങ്കിൽ പുറത്ത് വന്നപ്പോൾ മുതലെടുത്തായിട്ട് തോന്നിയിട്ടുണ്ട്. അത് പലരും ഒരു വട്ടം ഒരു ഇൻ്റർവ്യൂവിനകത്ത് ജിൻഡോ പറയുന്നത് കേട്ടായിരുന്നു ആ ഒരു അതിനെക്കുറിച്ച്. അല്ല, അത് ഞാൻ പറഞ്ഞത്, അതായത് അവർക്ക് മണ്ടൻ ടാഗ് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മണ്ടനായതുകൊണ്ട് തന്നെ അല്ല, നമ്മളവിടെ ചീത്തയായിട്ടും കാര്യങ്ങളായിട്ടും ഒരുപാട് പെരുമാറിയിട്ടുണ്ട്. അപ്പോൾ അവർ ചിന്തിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല, കളിക്കാറില്ല. അപ്പോൾ നമ്മൾ സൈലൻ്റായിട്ട് ഇരിക്കുക ചെയ്യണം. ആ ഒരു ടാഗ് ലൈൻ കൊണ്ടാണ് ജിൻഡോ വിന്നറായെന്ന് തന്നെയുള്ള ഒരു ടോക്കുണ്ട്. ഈ അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ്? അത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാം. ഞാൻ അത്യാവശ്യം ഒരുപാട് സെലിബ്രിറ്റീസിനെ അത് ജിൻഡോ ആണെങ്കിൽ നല്ല രീതിയിൽ യൂസ് ചെയ്ത ആ ടാഗ് ലൈൻ എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഞാൻ ഒരുപാട് സെലിബ്രിറ്റീസിനെ മേക്ക് ഓവർ ചെയ്യുന്ന ആളാണ്.
എനിക്കൊരു 8 ഫിറ്റ്നസ് സെൻ്ററുകളാണ്, ഞാനൊരു കോളേജ് അധ്യാപകനാണ്. ഞാൻ IPS ഒരുപാട് ട്രെയിനർമാർ ട്രൈ ചെയ്യുന്ന ആളാണ്. ഞാൻ മദർ തെരേസ അവാർഡ് ഹോൾഡറാണ്. ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ആളോട് ഇത്രയും ഞാൻ സക്സസ് ആയിട്ട് നിൽക്കുന്ന ആളാണ്. ഇവിടുന്ന് സക്സസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ അവിടെ വന്നിട്ട് നമുക്ക് മണ്ടന്ന് ടാഗ് വരുമ്പോൾ നമ്മൾ എത്ര വിഷമിക്കും. നിങ്ങളിപ്പോൾ ഈ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും കൂടിയിട്ട് നിങ്ങളെ ഒരു 24 പേരുടെ ഒരാളെ എല്ലാവർക്കും അവനാണ് മണ്ടെന്ന് നോട്ട് ചെയ്ത് അങ്ങനെ ഉണ്ടാവും. നിങ്ങൾ എത്ര വിഷമിക്കും. ആ സങ്കടം ഞാൻ തീർത്തു. വിഷമം ഉണ്ടാവില്ലേ? അത് തന്നെയുള്ളൂ, അത്രേ ഉള്ളൂ. അത് നമ്മൾ വാങ്ങിക്കണത് ഇത്രയും പോപ്പുലറായിട്ടിരിക്കുന്ന നമ്മുടെ ലാലേട്ടൻ്റെ വാങ്ങിക്കണം. അപ്പോൾ വാങ്ങിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് അത്ര വേദന ഉണ്ടാവും. ഞാൻ ലാലേട്ടനോടും പറഞ്ഞത് താങ്ക് യു ലാലേട്ടൻ. ലാലേട്ടൻ തന്നതിൽ വിഷമമുണ്ടോ? ലാലേട്ടന് എൻ്റെ ഒരു അവിടെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ലാലേട്ടൻ അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തിയോട് എതിർപ്പുണ്ടോ എന്ന് ചോദിച്ചു. അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഒരു മണ്ടൻ ടാഗ് ജിൻഡോ ആഗ്രഹിക്കുന്നില്ലാത്ത ഒരാൾക്ക് എന്തുകൊണ്ട് ലാലേട്ടൻ അത്തരത്തിലൊരു ടാഗ് തരണമെന്ന് ചിന്തിച്ചിട്ടില്ലേ? ലാലേട്ടൻ എന്നുള്ളൊരു വലിയൊരു പ്രതിഭ ജിൻഡോയ്ക്ക് ഇങ്ങനെ തരുമ്പോൾ അത് ലാലേട്ടനല്ല തീരുമാനിച്ചത്. അവിടെയുള്ള എങ്കിൽ പോലും തരുന്നത് ലാലേട്ടനല്ലേ? ഒരു കാര്യമില്ല. ലാലേട്ടൻ അത് തരേണ്ട അവസ്ഥ വരാണ്. അല്ലാതെ ലാലേട്ടൻ പറഞ്ഞ തന്നെയാണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു വാക്ക് തന്നെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എന്തിനാ ഇത്രയും റീച്ചബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സമൂഹത്തിലാണെങ്കിൽ ഇത്രയും. അപ്പൊ അത് മറ്റുള്ളവരാണെങ്കിൽ അത് ഏറ്റെടുക്കാൻ കൂടുതലായിട്ടൊരു പ്രേരണ ഉണ്ടാകുന്നത് എന്തോന്നാണ്. ലാലേട്ടനെ പോലുള്ള ഒരാൾ പറയുമ്പോൾ അത് ആൾക്കാർ എടുക്കാതിരിക്കത്തില്ല. അപ്പോൾ ആ ഒരു സമയത്തെ ഫീലിങ്സ് ഒക്കെ എങ്ങനെയായിരുന്നു? അതല്ല ഞാൻ കരഞ്ഞു പോയത്. കാരണം നമുക്ക് വിഷമം എന്താ പറയുക, സന്തോഷം വരുമ്പോൾ തുള്ളിച്ചാടാനും സങ്കടം വരുമ്പോൾ പൊട്ടിക്കരയാനും മനുഷ്യന് വേദവാദങ്ങൾ വരുത്താനുള്ള കഴിവ് മനുഷ്യന് ജന്മസിദ്ധമാണ്. അതെല്ലാവർക്കും ഉണ്ട് ഇല്ലേ? നമുക്ക് സങ്കടം വന്ന് കരയും, സന്തോഷം വന്ന് ചിരിക്കും. അതെല്ലാം മനുഷ്യൻ്റെ കഴിവാണ്. ഇതാണ് ജന്മം മുതലുള്ളതാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരും. മനസ്സിലായോ? പിന്നെ നമുക്കിപ്പോൾ ഇവിടെ നമുക്ക് ഇതിന് പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ കരയില്ല, ചിലപ്പോൾ എന്താ പറയുക തുള്ളിച്ചാടില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ സമൂഹത്താണ്. നേരെ ഓപ്പോസിറ്റ് അവിടെ എന്ന് പറഞ്ഞാൽ ഒരു ബിഗ് ബോസിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അത്രയും പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും. അത്രയും പ്രഷറിൻ്റെ ഉള്ളിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കരഞ്ഞു പോകും. ചേട്ടൻ്റെ അമ്മയോട് സംസാരിച്ചപ്പോൾ ഈ മണ്ടൻ വിളിയിനേക്കാളും വിഷമിപ്പിച്ചത് ഗബ്രി ഒരു എപ്പിസോഡിൽ പറയുന്നുണ്ടായിരുന്നു. ചേട്ടൻ അതായത് ജിൻഡോ പുറത്ത് പോകുന്ന ഞങ്ങൾ ദീപാവലി പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നു. അപ്പോൾ അതാണ് അമ്മയ്ക്ക് പേഴ്സണലി കൂടുതൽ ഹർട്ടായെന്ന് പറഞ്ഞത്. അതിൽ അമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, അവരുടെ അവിടെ വന്നിട്ടുള്ള എല്ലാ മക്കളെയും പോലെ തന്നെയല്ല എൻ്റെ മകനും. അപ്പോൾ അത് അങ്ങനെ പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. ഗബ്രി അതിന് ശേഷം കോണ്ടാക്ട് ചെയ്തായിരുന്നോ? അല്ല, ഗബ്രി പറഞ്ഞ വാക്ക് ശരിക്കും അവൻ്റെ നാക്ക് പൊണ്ണായില്ലേ. ഞാൻ പുറത്തിറങ്ങിയത് ദീപാവലി ആയിരുന്നു. മനസ്സിലാക്കാം. എൻ്റെ നാക്ക് പൊണ്ണായി. അവൻ പറഞ്ഞ കറക്റ്റാണ്. അവൻ ഉദ്ദേശിച്ച ചിലപ്പോൾ അതായിരിക്കും. സായിൻ്റെ ബർത്ത്ഡേ ഉണ്ടോ? അപ്പം ആഘോഷിക്കാൻ എല്ലാവരും പോയിട്ടുണ്ട്. എന്താ ജിൻഡോ പോകുന്നത്? ഞാൻ സായിനെ വിളിച്ചിരുന്നു രാവിലെ. എനിക്ക് 2 പ്രോഗ്രാം ഉണ്ടായിരുന്നു. രാവിലെ ഒരു ഫിലിമിൻ്റെ പൂജ സ്വിച്ച് ഓൺ ചെയ്ത് ഞാനാണ്. അപ്പോൾ സാറ് വിളിച്ചപ്പോൾ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടേതായ ഡെഡിക്കേഷൻ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ ആഘോഷിക്കാണ്ട് നമുക്ക് ഇനി സമയമുണ്ട്. ഇതുപോലത്തെ ഒരു അവസരം നമുക്ക് ഇനി കിട്ടില്ല. പിന്നെ സായിനെ വിളിച്ചിട്ട് ഞാൻ രാവിലെ തന്നെ വിഷ് ചെയ്തായിരുന്നു. ഇന്നലെ വിഷ് ചെയ്തു. സായി ഇങ്ങനെ എനിക്ക് എൻ്റെ സംഭവം ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞു. സോ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ്. വേറെ കുഴപ്പമില്ല. ജിൻഡോനെ ഏതെങ്കിലും തരത്തിൽ ആൾക്കാർ തഴയപ്പെടുന്നു തോന്നുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിൽ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ടും പോലും വേട്ടയാടുന്നു തോന്നുന്നുണ്ടോ? കാരണം വെച്ചാൽ ജിൻഡോടെ ഇപ്പോൾ ഫേസ്ബുക്കിൽ ഓരോ പോസ്റ്റിലായാൽ പോലും വ്യൂസിൻ്റെ ഒരു കണക്കെടുത്താൽ തന്നെ അത്തരത്തിലുണ്ടായില്ല. എന്നാൽ ബിഗ് ബോസിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഉള്ള വോട്ടിങ്ങിൻ്റെ ഒരു നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു ജിൻഡോയ്ക്ക്. അപ്പോൾ അത്തരത്തിലൊരു വേട്ടയാടൽ എവിടെന്നെങ്കിലും വരാറുണ്ട്? ഏതെങ്കിലും കണ്ടസ്റ്റൻറ്റിൻ്റെ ആയിരിക്കോ, അല്ലെങ്കിൽ ഇത്തരം ആർമികൾ ജിൻഡോയ്ക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതിപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ ആർമികൾ നമ്മൾ അതൊക്കെ പറയും. അല്ല, ഞാൻ ചെയ്യുന്നത് നമുക്കൊരു സബ്ജക്റ്റ് അല്ല. കാരണം അവർ പറഞ്ഞോട്ടെ, നമുക്ക് കേൾക്കാൻ ബാധ്യസ്ഥനാണ്. നമുക്ക് അവരോട് തിരിച്ച് മറുപടി പറയാനില്ല. അവർ പറഞ്ഞത് മാക്സിമം പറഞ്ഞോട്ടെ, അത് കുഴപ്പമില്ല. അല്ല ചേട്ടാ, ഗെയിം കഴിഞ്ഞില്ല. പുള്ളി ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഗെയിം കഴിഞ്ഞ് സാധാരണ എല്ലാവരും ഒത്തൊരുമിച്ച് ഇങ്ങനെ കാണാറുണ്ട്, അറ്റ്ലീസ്റ്റ് പുറത്തേക്കെങ്കിലും. പക്ഷെ നിങ്ങളുടെ ഗ്രൂപ്പിൽ ജിൻഡോ മാത്രം ഇങ്ങനെ മാറി നിൽക്കുന്നു എന്നൊരു പ്രതീതി എല്ലാവർക്കും ഉണ്ട്. ഓൺലൈനിൽ സോഷ്യൽ മീഡിയയിൽ കമൻസിലായാലും. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല സുഹൃത്ത്, അതായത് ഞാൻ പണ്ടായാലും എന്ത് കാര്യത്തിനായാലും എനിക്ക് ഇപ്പം നിലവിൽ പ്രസൻ്റ് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ട്രെയിനിങ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. എനിക്ക് 8 ഫിറ്റ്നസ് സെൻ്റർ ഉണ്ട്. അതൊക്കെ നോക്കണ്ടേ? ഞാൻ ആലോചിക്കാം. എനിക്ക് ഒരുപാട് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. എനിക്ക് അതൊക്കെ നോക്കണം. അതാണ് ഞാൻ അവിടെയുള്ള എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. ഞാൻ ചിലപ്പോൾ കോൺടാക്ട് ചെയ്യില്ല, ചിലപ്പോൾ ചെയ്യില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു ആവശ്യം വന്നാൽ, നിങ്ങൾക്ക് ഒരു ആപത്ത് വന്നാൽ നിങ്ങൾ എന്നെ വിളിച്ചോ, ഞാൻ ഉണ്ടാവും. ആ സ്പോട്ടിലുണ്ടാവും. നിങ്ങൾ എൻ്റെ നമ്പർ കാണാപ്പാടെ പഠിച്ചു വെച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉണ്ടാവും. നിങ്ങൾ രക്ഷിച്ചു തരും. പക്ഷേ അവരുടെ എല്ലാ പ്രോഗ്രാം കാര്യവും എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല. കാരണം എൻ്റെ സിറ്റുവേഷൻ അങ്ങനെയാണ്. ഞാൻ ഒരാളേ ഉള്ളൂ. അതിന് മാത്രം അനങ്ങാൻ പറ്റുന്ന സിറ്റുവേഷനാണ്. ഈ അഖിൽമാരൊക്കെ ആയിട്ട് ദുബായിലൊരു മീറ്റപ്പ് നടത്തിയായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ
ഞങ്ങൾ ദുബായിൽ എല്ലാം മീറ്റപ്പെടുത്തിയ വേറെ സ്ഥലത്താണ്. ഞങ്ങൾ ദുബായിലല്ല, ദുബായിൽ പോയി ഞങ്ങൾ കണ്ടില്ല. അത് വേറെ എന്താ പറയുക, ഏഷ്യനെറ്റിൻ്റെ എന്തോ ഒരു പ്രോഗ്രാമായിരുന്നു ഞങ്ങൾ ചെയ്തത്. അഖിൽമാരായിട്ട് പ്രോഗ്രാം ചെയ്തില്ല. ഏഷ്യാനെറ്റായിട്ട് ഇനി എന്തെങ്കിലും കോൺട്രാക്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. എന്തായാലും വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? അതായത് പല ആരോപണങ്ങൾ ഇങ്ങനെ വരാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് താങ്കൾക്ക് പ്രൈസ് മണി കിട്ടിയത് കുറഞ്ഞു പോയി. അല്ല, പ്രൈസ് മണി കുറഞ്ഞില്ലല്ലോ. നമ്മൾ ശരിക്കും അതിന് ടാക്സ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ബാധ്യസ്ഥനാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 35 രൂപ സംതിങ് കിട്ടി, അത് ഞാൻ ബാധ്യസ്ഥനാണ് കൊടുക്കാൻ സർക്കാരിന്. ഞാൻ സർക്കാരിന് കൊടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സന്തോഷത്തോടെ ചെയ്തത്. കാരണം അത് വേറെ എങ്ങുമ്പോൾ അല്ല പോണത്, നമ്മുടെ മക്കൾക്കായിട്ടാണ് തിരിച്ചു വന്നത്. എനിക്ക് മക്കൾ തന്നെ തന്ന കപ്പ. പക്ഷെ ആ പോസ്റ്റ് ആ പിക്ചർ പുറത്ത് വന്നപ്പോൾ പോലും ആൾക്കാർ ഒരുപാട് പേര് ഇങ്ങനെ ഒരു സൈബർ ബുള്ളിങ് പോലെ അതിൽ വന്ന് മണ്ടനായതുകൊണ്ടാണ് പുള്ളിക്ക് അത്ര കുറവ് കൊടുത്ത് പറ്റിച്ചതാണ് അല്ല ആ രീതിയിലൊക്കെ കമന്റ്സ് വന്നത്. എല്ലാ ബിഗ് ബോസ് വിനേഴ്സിനും അവർക്ക് കൊടുത്തേക്കുന്ന സാധനം അവരുടെ ടാക്സ് പിടിച്ചിട്ട് കൊടുക്കും. അത് ഏത് ഗെയിം ആയിരുന്നാലും എന്തായാലും ടാക്സ് പിടിക്കാണ്ട് കൊടുക്കത്തില്ല, ഉറപ്പാണ്. അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പം സിബിനില്ലേ, സിബിൻ ഒരു പ്രസ് മീറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു വീഡിയോ കണ്ടിരുന്നു. ആ പ്രസ് മീറ്റിന്റെ എന്തെങ്കിലും വിഷ്വൽ കണ്ടിരുന്നു? അതിനകത്താണെങ്കിൽ സിബിനാണെങ്കിൽ ഒരുപാട് ആരോപണങ്ങൾ ബിഗ് ബോസിനെതിരായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്താണെങ്കിൽ സിബിനാണെങ്കിൽ ഡ്രഗ് പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ കൊടുത്തു. അതിനെക്കുറിച്ച് നിർബന്ധിച്ച് പ്രേരിപ്പിച്ചുകൊണ്ട് ഹോട്ടലിനകത്ത് മുറി കൂട്ടിലിട്ടുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് രണ്ടാമത് റീ എൻട്രി ഒക്കെ കൊടുത്തതെന്നുള്ള ഒരു ആരോപണം. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സിബിൻ പറയുകയോ ചെയ്തിരുന്നു? രണ്ടാമത് ഞാൻ അവളോട് അതിനെക്കുറിച്ച് ചോദിക്കാറുമില്ല, പറയാറുമില്ല. കാരണം ഞാൻ അത് കണ്ടിട്ടില്ല. അദ്ദേഹം പുറത്തായിരുന്നപ്പോൾ ഞാൻ അകത്തായിരുന്നു. അപ്പോൾ എനിക്കൊന്നും പറയാൻ അത് കാണാനുള്ള ഇത് എനിക്കുണ്ടാവില്ല, ഓപ്ഷൻ ഇല്ല. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് അവളോട് ചോദിച്ചിട്ടില്ല. ഈ പുറത്ത് ഇറങ്ങിയിട്ടും ഇതിനെക്കുറിച്ചൊന്നും തിരക്കാനൊന്നും നിന്നില്ല? ഇല്ല, എനിക്കത് താല്പര്യമില്ലാത്ത കാര്യമാണ്. കാരണം വേറൊരാളുടെ ഒരു ഇതാണ്, അത് അവരുമായിട്ടുള്ള കാര്യങ്ങൾ അവർ തീർത്തു. നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടണമെന്ന് നമ്മൾ മനസ്സിൽ ചിന്തിച്ചാൽ ഇടപെടണം. അത് ഇടണ്ടാവെന്ന് എനിക്ക് തോന്നി, ഇടപെടല്ല. ഈ 100 ദിവസം നിന്നൊരു വ്യക്തിയല്ലേ അതിനകത്ത്? അല്ല 100 ദിവസം നിന്നൊരു വ്യക്തിയല്ലേ? അപ്പം അതിനകത്ത് നിന്നപ്പം ഇത്തരത്തിലൊരു പ്രേരണ നടത്തുന്ന ആൾക്കാരോ അതിനകത്ത് സജീവമായിട്ട് നിൽക്കുന്നതായിട്ട് തോന്നുന്നു. മനസ്സിലല്ലേ പറഞ്ഞത്? ഈ 100 ദിവസം നിന്ന് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ഇത്തരത്തിലുള്ള ആൾക്കാർ പിന്നാമ്പുറത്ത് ഉള്ളതായിട്ട് ജിൻഡോയ്ക്ക് തോന്നിയിട്ടുണ്ടോ? ഞാൻ സത്യസന്ധമായിട്ട് പറയാം, അവിടെ ബിഗ് ബോസ് എന്ന സാധനം അത്രയും ജെനുവിനാണ്. നമ്മൾ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ എന്താ പറയുക ആപ്ലിക്കേഷൻ വന്നിട്ട് അവിടെ നിന്ന് ഒരു 25 പേരെ നിരത്തി അവിടെ നിന്ന് എടുക്കാമെന്ന് വെച്ചാൽ ആ 25 പേര് ഞങ്ങളവിടെ കയറുമ്പോൾ തന്നെ ഞങ്ങൾ സക്സസ് ആയി ഞങ്ങളുടെ ലൈഫിൽ. പിന്നെ നമ്മളവിടെ നിന്ന് വിൻ ചെയ്യാന്നുള്ളത് അല്ലെങ്കിൽ പല പ്രൈസുകളും വരാമെന്നുള്ളത് അത് ഓരോരുത്തരുടെ കഴിവാണ്. ഇത്രേ ഉള്ളൂ. നമ്മൾ മനുഷ്യന്മാരെ നമ്മളെ ജനങ്ങളെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റില്ല. എന്തോ ദൈവഗുരുത്തം അല്ലെങ്കിൽ എൻ്റെ കാരണന്മാരുടെ ഗുരുത്തം നിങ്ങളെല്ലാവരും എനിക്ക് വോട്ട് ചെയ്തു, മീഡിയക്കാരെ എനിക്ക് സപ്പോർട്ട് ചെയ്തു, കാര്യങ്ങൾ ചെയ്തു, ഞാൻ ജയിച്ചു. മനസ്സിലായി. ഞാൻ ഞാൻ പറഞ്ഞില്ല, ഒരു വർഷം ഞാൻ അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ മുമ്പ് വർഷങ്ങളിൽ എന്നെ വിളിച്ചിട്ട് ഞാൻ പോയിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് റെഡി ആയിട്ടുണ്ടായില്ല. കാരണം ബിഗ് ബോസ് ഇപ്പോൾ ഇവിടേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കോമ്പറ്റീഷൻ കയറിയിട്ടുള്ള ആളാണ്. ഒരുപാട് കോമ്പറ്റീഷൻ കയറിയിട്ട് വെച്ചാൽ അതിനൊന്നും മെഡൽ വരാണ്ട് ഞാൻ ഇറങ്ങിപ്പോയിട്ടുള്ളത്. പക്ഷേ മെഡൽ വരാണ്ട് ഇറങ്ങിപ്പോയിക്കണം. മെഡൽ വന്നേക്കണം, അത്യാവശ്യം നല്ല അച്ചീവ്മെൻ്റ് ഉണ്ട്. പക്ഷേ മെഡൽ വരാണ്ട് ഇറങ്ങി പോകുമ്പോഴും വീണ്ടും ആ സ്റ്റേജിൽ അടുത്ത കൊല്ലം ചാൻസ് ഉണ്ട്. പക്ഷേ ബിഗ് ബോസ് എന്ന് പറഞ്ഞ സാധനത്തിൽ ഒരു ചാൻസേ ഉള്ളൂ. അവിടെ നമ്മൾ കയറിയിട്ടുണ്ടെങ്കിൽ വിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റ ചാൻസേ ഉള്ളൂ. അതിനകത്ത് വിൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇത്രയും 6 സീസൺ വരെ വെയിറ്റ് ചെയ്തത്. അതിനെക്കുറിച്ച് പഠിച്ച് മാക്സിമം ഡെഡിക്കേഷൻ ചെയ്ത് ഒരു വർഷം തന്നെ ഞാൻ മറ്റുള്ളവരോട് ചൂടാവാണ്ടിരുന്നു, സൈലൻ്റായി കാര്യങ്ങളായി. ഞാൻ അത്യാവശ്യം ചൂടാവുന്ന മനുഷ്യനായിരുന്നു. പക്ഷെ അതൊക്കെ ഓക്കെ വന്ന് അങ്ങനെ നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ഡെഡിക്കേഷൻ ചെയ്യുക, നമ്മൾ വിൻ ചെയ്യും. ആ ഡെഡിക്കേഷനാണ് നമ്മൾ ഏറ്റവും വലിയ. അപ്പോൾ ഇത്രയും ഈ ഡെഡിക്കേഷൻ ഈ പറഞ്ഞ പോലെ ഒരു കാര്യങ്ങൾ പഠിച്ചു വന്നിട്ടാണ് ബിഗ് ബോസ് വന്നെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ജിൻഡോ എന്ന് പറഞ്ഞൊരു പേഴ്സൺ ഇപ്പോൾ ബിഗ് ബോസിൽ കണ്ടതുപോലെ അല്ല എന്നാണോ പറയുന്നത്? മനസ്സിലായി. ഇപ്പോൾ ജിൻഡോ ഇപ്പോൾ ബിഗ് ബോസ് പഠിച്ചിട്ടാണ്, ജിൻഡോ ആര് എന്ത് പറഞ്ഞാലും ക്ഷമിക്കണം എന്നുള്ള രീതിയിലാണ് ജിൻഡോ പഠിച്ചിട്ടാണ് പോയതെന്ന് പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ ജിൻഡോയുടെ ഒരു പേഴ്സണാലിറ്റി, ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് ബിഗ് ബോസിൽ കണ്ടതുപോലെയുള്ള അതല്ല എന്നാണോ പറയുന്നത്? ഞാൻ അത്യാവശ്യം ദേഷ്യപ്പെടുന്ന ആളായിരുന്നു. മനസ്സിലായോ? അത്യാവശ്യം ഞാൻ ദേഷ്യപ്പെടുന്ന ആളായിരുന്നു. ഞാൻ ചീത്ത വിളിക്കുന്ന ആളായിരുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് ഒരു മാസമായിപ്പിക്കാൻ ലാലട്ടാന്ന് പറഞ്ഞ് പുറത്താക്കി ഇല്ലേ? അപ്പം പിന്നീട് നമുക്ക് മനസ്സിലാവേണ്ട കാര്യം എന്താ, അങ്ങനൊരു സംഭവം അത് ഉള്ളതാണോ റീലാണോ എന്ന് എനിക്ക് അവിടെ നിന്ന് അറിയാൻ പറ്റില്ല. പക്ഷേ ഞാൻ ലാലനോട് കരഞ്ഞ് കാലുപിടിച്ച് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ലാലട്ട ഞാൻ ഇനി ഒന്നും പറയില്ല, ചീത്തറി വിളിക്കില്ല, അതിനെ വിളിച്ചിട്ടില്ല. അത് നമുക്ക് അവിടെ നിന്ന് പുറത്തിറങ്ങിയാലാണ്, ആ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയാലും നമുക്ക് മനസ്സിലാവുന്നത്
അതായത് നമ്മൾ അവിടെ നിന്ന് നമ്മൾ മരിക്കുകയാണ്, അതൊരു വേറെ ലോകമാണ്. ആ ലോകത്തിൽ നിന്ന് പുറത്തേക്ക് പിന്നെ അങ്ങോട്ട് കയറാൻ പറ്റില്ല, ആ ഒരു ലെവലിലേക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ അതൊരു വേറെ ലോകമാണ്, നമ്മളവിടെ നിന്ന് മരിക്കുക. അപ്പോൾ ആ മരിച്ച് പുറത്തിറങ്ങുന്ന ഒരു വിഷമം എനിക്ക് വന്നപ്പോൾ ഞാൻ വീണ്ടും ഒരു ചാൻസ് കിട്ടുമ്പോൾ നമ്മളെങ്ങനെ ചെയ്യും, എൻ്റെ മാക്സിമം ചെയ്യാൻ നോക്കും. ഇപ്പോൾ ജിൻ്റെ പുറത്തിറങ്ങിയപ്പോഴെ പോലും അതേ ഒരു രീതി തന്നെയാണ് എപ്പോഴും. ഇപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ പഴയതുപോലെ പണ്ടത്തെ പോലെ എനിക്ക് ദേഷ്യപ്പെടാനോ കാര്യങ്ങളൊന്നും വന്നില്ല. കാരണം അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ എല്ലാവരോടും നമ്മൾ സംസാരിക്കുമ്പോഴായാലും അല്ലെങ്കിൽ ബിഗ് ബോസിനോട് സംസാരിക്കുമ്പോഴായാലും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴായാലും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ക്യാരക്ടർ മാറും. കുറച്ച് നാളുകൾ നമ്മൾ അതിനകത്ത് പൊരുത്തപ്പെട്ടുകൊണ്ട് നമ്മൾ മാറാം. പക്ഷേ ഇനി നമ്മുടെ ക്യാരക്ടർ ആ ലെവലിൽ തന്നെ കീപ്പ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം മനുഷ്യനാണ്, ചിലപ്പോൾ മാറാം, മാറില്ല എന്ന് പറയാം, അത് മനുഷ്യനാണ്. ഈ ബിഗ് ബോസിൻ്റെ അവസാന നിമിഷം എന്ന് പറയുകയാണെങ്കിൽ ജാസ്മിൻ ഒരു വിന്നർ ആവുമെന്നൊരു തോന്നുന്നുണ്ടായിരുന്നു. ഒരു പ്രേക്ഷകരിലായാലും ഈ പുറമെ നോക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ ഒരു പ്രേമം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ജാസ്മിനെ തോപ്പിച്ചപ്പോഴുള്ളവർ എന്തോ നിങ്ങൾ രണ്ടുപേരും ഒന്നിനൊന്നും മെച്ചമായിരുന്നു അതിനകത്ത്. അങ്ങനെ ജാസ്മിൻ ഞാൻ തുടക്കം മുതലേ ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ കയറിയപ്പോൾ തന്നെ നമ്മൾക്ക് എതിരെ നിൽക്കാൻ പറ്റുന്ന കുറേ ആൾക്കാരെ ഞാൻ തന്നെ എൻ്റെ മനസ്സിൽ കരുതിയില്ലായിരുന്നു. അതിനകത്തൊരാൾ ജാസ്മിനായിരുന്നു. അപ്പോൾ അങ്ങനെ അതിനകത്ത് ആ ലിസ്റ്റിൽ ഒരു 10 പേരെ ഞാൻ പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ 10 പേരായിട്ട് തന്നെ ഞാൻ കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. കാരണം അവരെന്ത് ചെയ്താലും ഞാൻ ചോദിക്കും, എന്നോട് എന്ത് ചെയ്താലും ഞാൻ എതിര് പറയും. ആ ഒരു മൈൻഡിൽ നിന്ന് മുൻ പറഞ്ഞ പോലെ നമ്മൾ ഡോണുകൾ അടിച്ച ഡോണ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരോട് നല്ല ആൾക്കാരോട് ഫൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വിൻ ചെയ്തതാണ്. അത് അങ്ങനെ ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടാണ്. കാരണം നമ്മൾ താഴെ കിടക്കുന്ന ഒരു എന്താ പറയുക, സംസാരിക്കാൻ പോലും അങ്ങനത്തെ ഇല്ലാത്തൊരാൾക്കാരോട് നമ്മൾ കൂടുതലും അതിനുവേണ്ടി നമ്മുടെ പ്രഷർ കളയാറില്ല. കാരണം അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ കാരണം നമ്മൾ നിസ്സാര ഫുഡേ കിട്ടുള്ളൂ. ആ ഫുഡിന് നമ്മുടെ എനർജിയിലുള്ള നമ്മൾ എന്തെങ്കിലും സംസാരിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് പറ്റുള്ളൂ. വ്യക്തമായ സ്ട്രാറ്റജിയോട് കൂടിയാണ് ജിൻഡോ പോയതും വിജയിച്ചത്. ഞാൻ ഇവിടുന്ന് പോണതിന് മുമ്പ് പല ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ട് പോയതാണ് ഞാൻ കപ്പടിച്ചിട്ട് വരുന്നത്. അവിടെ ചെന്നിട്ട് ഞാൻ എല്ലാവരും ചോദിച്ചാലും ഞാൻ പറയും കപ്പടിച്ചിട്ട് വരുന്നു എന്ന് പറഞ്ഞു. അവരെന്നോട് പല ആൾക്കാരും ഞാൻ ഒരു നോമിനേഷനിൽ വന്നില്ല. ലാസ്റ്റ് അവർ ചെയ്തില്ല. നിങ്ങൾ ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞാനിങ്ങനെ ജിൻഡോ എന്തായാലും ബെസ്റ്റ് ഓഫ് 5 ഉണ്ടാവും, പിന്നെ ഞങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, മറ്റുള്ളവരോട്ട് അവിടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ബെസ്റ്റ് ഓഫ് 5 അല്ല, എനിക്ക് കപ്പ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. അവരോട് എന്ത് കേസ് വന്നാലും ഞാൻ പറഞ്ഞത് ഞാൻ കപ്പടിക്കും. ആ മൈൻഡാണ് അത്. എൻ്റെ മനസ്സിൽ ഞാൻ കയറി എവിടേക്ക് കാല് കുത്തിപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചാണ്. അതേ ലെവലില്ല. പിന്നെ അത് തന്നെ നമ്മൾ ആ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ഞാൻ ജയിലിൽ പിടിച്ചിട്ട് പറഞ്ഞതാണ് അൻസിബോട്, അൻസിബ് ഞാനായിരിക്കും ഈ ജയിലിൽ ഫസ്റ്റ് കിടക്കുന്നത്. കാരണം ജയിലിൽ കിടക്കാനുള്ള സാധനം ഞാൻ ഫസ്റ്റ് ആഴ്ച തന്നെ ഉണ്ടാക്കുമെന്ന് എനിക്കറിയായിരുന്നു. കാരണം എന്നാലാണ് നമ്മൾ ഫസ്റ്റ് വീക്ക് തന്നെ 2ാമത്തെ ദിവസം ഞാൻ തുടങ്ങിയില്ലേ, 2 ദിവസം ഞാൻ മിണ്ടാതിരുന്നു. കാരണം ഇവരെന്താണെന്ന് ഞാൻ പഠിക്കാൻ വേണ്ടി മിണ്ടാതിരുന്ന. ഇവരൊക്കെ ആരൊക്കെയാണ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ മിണ്ടായിരുന്നു. അതിന് പിന്നെ എനിക്ക് തോന്നി പണി തുടങ്ങണമെന്ന്. പിന്നെ ഞാൻ അമ്മോട് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു കൂടുതലും. അമ്മ അത്യാവശ്യം ബിഗ് ബോസൊക്കെ കാണുന്ന എന്ന് അടിയിടിയോ കൊച്ചുപാടൊക്കെ കാണുന്നതാണ്. അപ്പോൾ കൂടുതലും അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന്. അപ്പോൾ ഞാൻ 2 ദിവസം മര്യാദയ്ക്ക് ഇരുന്നപ്പോഴും ഇവിടെ മര്യാദ മിണ്ടാതിരുന്നാൽ ശരിയാവില്ല എനിക്ക് മനസ്സിലായി. പിന്നെ നമ്മൾ ഇതിൻ്റെ വീട്ടിൽ വന്ന് കയറിയപ്പോഴേ വിജയമായിട്ടാണെങ്കിൽ വീട്ടിൽ വന്ന് കയറി അന്നാണെങ്കിൽ ഇതേപോലെ ആണെങ്കിൽ അവിടെ ആൾക്കാരോട് സംസാരിക്കുകയുണ്ടായി. അപ്പം ജാസ്മിൻ്റെ പിൻബലമില്ലാതെ ഗബ്രി കളിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അവന് ഈ അവസാന റൗണ്ട് വരെ കണ്ടേനെന്നൊരു തോന്നാനുള്ള ഒരു കാരണം എന്താണ്? ഗബ്രിക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, നല്ലതായിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാനറിയാം. ചില സമയത്ത് അദ്ദേഹം ടിഗറാവണമെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ ടിഗറാവുന്നുണ്ട്, എല്ലാവരും ടിഗറാവുന്നുണ്ട്. പക്ഷെ അദ്ദേഹം നല്ല ഗെയിമറാണ്. ഈ ജാസ്മിൻ്റെ കൂടെ കൂടിയിട്ടാണ് ഗബ്രി പുറത്തായെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ആ വക്ക് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് കളിച്ചായിരുന്നെങ്കിൽ അവർ രണ്ടുപേരും ബെസ്റ്റ് ഓഫ് 5 ഉണ്ടായിരുന്നു. തീർച്ചയായും സോറി, ഒരുമിച്ചല്ല, സിംഗിളായിട്ട് കളിച്ചായിരുന്നെങ്കിൽ. ലവ് സ്ട്രാറ്റജി ഫെയിൽഡ് ആയെന്നാണ് പറയുന്നത്. അത് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം എൻ്റെ മൈൻഡിലാണ് പറഞ്ഞത്. അതല്ലാണ്ട് അവർ രണ്ടുപേരും കളിച്ചിരിക്കുന്ന നല്ല ഗെയിമറായിരുന്നു രണ്ടുപേരും. ഈ കുറച്ച് ദിവസം അവർ തമ്മിൽ കണ്ടല്ലേ ഇത്രയും ദിവസമായിട്ട്, അപ്പോഴാണെങ്കിൽ അവർ തമ്മിൽ പ്രണയമുള്ളതായിട്ട് തോന്നിയിട്ടില്ല നമുക്ക് ആരെയും അവരുടെ നമ്മളിപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരാണെങ്കിൽ അവർ എന്നെ സ്നേഹിക്കുമ്പോൾ നമുക്ക് അടുത്ത ഇത് കാണാമല്ലോ, അറിയാമല്ലോ. ഇത്ര കുറച്ച് ദിവസമൊക്കെ പുറത്തിറങ്ങിയപ്പോഴാണ് ഉദ്ദേശിച്ചത്. അകത്ത് നിന്നപ്പോഴും പുറത്തിറങ്ങിയപ്പോഴും അല്ല, അവർ പറയുന്നില്ലല്ലോ. അവർ പറയുന്ന വി ആർ ഫ്രണ്ട്സ് പറയുന്ന, അപ്പോൾ നമുക്കതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എത്രയോ ഫ്രണ്ട്സുണ്ട്. ഒരാൾക്കൊരു കോമൺ കാണുമല്ലോ, ഒരു കാണുമ്പോഴും പെരുമാറ്റം കാണുമ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ അവിടെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഈ ചോദ്യത്തിന് ഞാൻ നല്ല മറുപടി വന്നു. പക്ഷേ ഇവിടെ എനിക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ അവിടെ ഞാൻ അതിലുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് അവർക്ക്. ഓൾറെഡി അവർ ഒരുമിച്ച് 2 ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞു. പിന്നെ അവർ ആ ഒരു ഫെയിം ഇപ്പോഴും അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടോ?
നല്ലതല്ലേ, ഒരു കോംബോ എപ്പോഴും വർക്കൗട്ട് ആവണം നല്ലതല്ലേ. നമുക്ക് ഒരാളും കൂടി ഉള്ളപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നല്ലതല്ലേ. അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളതല്ല, നമ്മൾ ജനം അംഗീകരിക്കണമെന്നാണ് ഞാൻ പറയണത്. ഒരു ഫ്രണ്ട്സ് ആവാനാണ് പെണ്ണും ഫ്രണ്ട്സ് ആയിക്കൂടെ പറയില്ലല്ലോ, ഫ്രണ്ട്സ് ആവാം, തീർച്ചയായിട്ടും ഫ്രണ്ട്സ് ആവാം. അത് നമ്മുടെ ജനങ്ങൾ അംഗീകരിക്കുക. നിങ്ങൾ ഇപ്പോൾ ഈ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവർക്കും അത്യാവശ്യം നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ, അവരെല്ലാവരും നമ്മുടെ ലവറാവണമെന്നില്ലല്ലോ. ഉണ്ടാവാം, എല്ലാവർക്കും ഉണ്ടാവാം. അകത്ത് നിൽക്കുമ്പോഴേ ഈ മണ്ടൻ ജിൻഡോ എന്നുള്ള വിളി പോസിറ്റീവായിട്ട് വരുന്നത് റിയലൈസ് ചെയ്തൊരു മൊമെന്റ് ഉണ്ടാവുക ആസ് എ ഗെയിമർ, അത് എപ്പോഴായിരുന്നു? അല്ല, എനിക്ക് മണ്ടൻ ജിൻഡോ എന്ന് പറഞ്ഞ സാധനം എനിക്ക് തന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഞാൻ ഇനിയും അതായത് നമുക്ക് അത്യാവശ്യം ബുദ്ധിയുള്ള ആൾക്കാർക്ക് ഒരു മണ്ടെന്ന് വിളിച്ചാൽ പിന്നെ അവനെന്താ തോന്നാ. അപ്പോൾ സാധാരണ നമ്മളെന്താ ചെയ്യുക, നമ്മൾ കയറി ഇടിക്കും. അപ്പോൾ നമുക്ക് ഇടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, നമ്മുടെ മാക്സിമം അവരെ തോൽപ്പിക്കാൻ നോക്കും, നമ്മൾ ജയിക്കാൻ നോക്കും. അത് തന്നെ, അതിനെക്കുറിച്ച് തന്നെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അതെന്തായാലും മലയാളികളെ ഏറ്റെടുത്തു എന്ന് തോന്നുന്നു, അതല്ലേ വിജയിച്ചത്? തീർച്ചയായിട്ടും മലയാളികൾ സപ്പോർട്ട് ചെയ്തു. കാരണം ഞാൻ അത്യാവശ്യം ഓണസ്റ്റായിട്ട് തന്നെ അവിടെ നിന്നാണ്. ആരും എന്താ പറയുക, ഒരുപാട് പ്രശ്നങ്ങളില്ലാണ്ട് അത്യാവശ്യം കള്ളം പറയാറുണ്ട്, നുണ പറയാറുണ്ട്, ചീത്ത വിളിക്കാറുണ്ട്, തെറി വിളിക്കാറുണ്ട്. ഈ പറഞ്ഞാൽ എല്ലാവരും അവിടെ ചെയ്യാറുണ്ട്, ഞാൻ മാത്രമല്ല. മനസ്സിലായോ? അപ്പോൾ ഞാൻ മാത്രം ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ലത്, എല്ലാവരും ചെയ്യാറുണ്ട്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചെയ്യാറുണ്ട്. അതാണ് ആസ് എ ഗെയിം. ലാസ്റ്റായിട്ട് വോട്ട് ചെയ്ത ഫാൻസ് ഉണ്ടല്ലോ, വോട്ട് ചെയ്ത ആൾക്കാർ ഒരുപാട് പേര് കാണാനൊക്കെ വന്നത്, അവരോട് എന്താ പറയുക? അതായത് എന്നെ വോട്ട് ചെയ്തതെന്ന് വെച്ചാൽ മലയാളീസ് എല്ലാവരും എന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. മലയാളീസ് മാത്രമല്ല, ഞാൻ അറിയുന്ന പുറത്തുള്ള ഒത്തിരി ആൾക്കാരുണ്ട്, ഹിന്ദിക്കാരായ. കാരണം ഞാൻ അത്യാവശ്യം കോമ്പറ്റീഷൻ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പുറത്തുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ബന്ധങ്ങളുള്ളൂ. അവരൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. കാരണം ഇങ്ങനൊരു സ്ഥാനത്ത് എനിക്ക് നിൽക്കാൻ കഴിഞ്ഞത് ജനങ്ങളോടുണ്ട്, പിന്നെ നിങ്ങളും മീഡിയാസും. കാരണം നിങ്ങളും നമുക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ എടുത്തിട്ട് പറഞ്ഞ് ചെയ്യാനും നിങ്ങൾക്ക് കഴിഞ്ഞായിരുന്നു. അതും എനിക്ക് സപ്പോർട്ട് ചെയ്താൽ നിങ്ങളോടും എനിക്ക് നന്ദിയുണ്ട്. തീർച്ചയായിട്ടും. താങ്ക് യു.